ഒരു ഒഫീഷ്യൽ ട്രിപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം നാഗാലാൻഡിലേക്ക് പോയത്. നാഗാലാൻഡിലേക്ക് പോവാന്ന് പറയുന്നത് നമുക്ക് ദീമാപൂറാണ് എയർപോർട്ട് വരുന്നത്. അപ്പോൾ ബൈ എയറിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാം. ബിക്കോസ് നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ച ആ ഹിമാലയ പർവ്വതത്തിൻ്റെ ആ ഒരു അതിരുകളില്ലേ, അത് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിൻഡോ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ത്രൂ ഔട്ടായിട്ട് ഹിമാലയത്തിൻ്റെ ആ ഒരു അതിരുകൾ നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് തന്നെ വിസിബിളാണ്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം വെച്ചാൽ നാഗാലാൻഡിലേക്ക് പോകുന്ന ആ യാത്രയിൽ, പിന്നെ 2-3 നേപ്പാൾ യാത്രയിൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് എൻ്റെ കയ്യിൽ ക്യാമറയൊന്നുമില്ല നേപ്പാളിലൊക്കെ പോകുന്ന സമയത്ത്. അതേസമയം ഇപ്പോൾ നാഗാലാൻഡിലേക്ക് പോയപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു, വിൻഡോ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെ ഈ വിഷ്വൽസ് കിട്ടണമെന്ന് കരുതി വിൻഡോ സീറ്റൊക്കെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാഗാലാൻഡ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന പോലത്തെ അത്രയും ചെറിയ ഒരു എയർപോർട്ടാണ് ദീമാപൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. ദെൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ എനിക്ക് അവിടുത്തെ കുറച്ച് ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നമ്പറൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കോസ്റ്റൊന്നുമില്ല, ഏകദേശം 1300 രൂപയുള്ളൂ ഒരു ദിവസത്തെ സ്റ്റേ എന്ന് പറയുന്നത്. പക്ഷേ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, വളരെ പീസ്ഫുള്ളായിട്ടുള്ള, ദീമാപൂർ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. തൊട്ടടുത്ത് ഒരു ഫിഷ് പോണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹൗസിംഗ് കോളനിയാണ്, നാഗാ കോളനി എന്നൊക്കെ പറയും. ആ ഹൗസിംഗ് കോളനിയിലെ ഒരു 2 ബെഡ്റൂംസ് വെച്ചിട്ട് ഉള്ള ഹോം സ്റ്റേയ്സ് ആയിരുന്നു അവൈലബിൾ. ബാക്കിയുണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഗേറ്റഡ് കോളനിയാണ്, വളരെ സേഫ് ആൻഡ് സെക്യൂർഡായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റാവുന്ന ഒരു കോളനിയാണ്. രാവിലെ ഞങ്ങളവിടെ എത്തി. ഏകദേശം കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തു. ഞാൻ ഈ ഹോം സ്റ്റേയുടെ അഡ്രസ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആരെങ്കിലും പോവുകയാണെങ്കിലും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു ലേഡിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ ഓൺ ബിൽഡിംഗ് ആണ്. അവരുടെ തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ വീടുണ്ട്. ദെൻ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് താമസിക്കാൻ പറ്റാവുന്ന ഒരു ഫാമിലി ആയിട്ടൊക്കെ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നിങ്ങൾ ലോഡ്ജ് മുറിയിൽ താമസിക്കുന്നതിന് നല്ല നമുക്കൊരു വീട്ടിൽ പോയി താമസിക്കുന്നത്. എസ്പെഷ്യലി ഞാൻ ഈ വീടെടുക്കാൻ കാരണം അതിനുള്ളിൽ കിച്ചണുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ കുറച്ച് ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. ഒത്തിരി പ്രാവശ്യം ഞാൻ ചൈനയിൽ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ എനിക്ക് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ചൈനയിൽ അവൈലബിൾ ആയിട്ടുള്ള പല ഫുഡുകളും നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്കൊരു നല്ല സേഫായിട്ടുള്ള ഒരു ഹോം സ്റ്റേ, അതും നല്ല ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. പ്ലസ് നമുക്കൊരു ഡൈനിങ് റൂമുണ്ട്. ദെൻ വിസിറ്റേഴ്സ് ഏരിയ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ദീമാപൂർ മാർക്കറ്റിലേക്ക് പോയി. ഇപ്പോൾ കാണുന്നതാണ് ദീമാപൂർ മാർക്കറ്റ്. ഇത് നാളെ ഒരു വലിയൊരു സംഭവമായിട്ട് മാറാൻ പോവുക. ബിക്കോസ് ഇവിടെ വെനസ്ഡേ ആണ് ഈ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഈ ദീമാപൂർ എന്ന് പറയുന്നത് നാഗാലാൻഡിലൊരു ടൗണാണ്. ശരിക്കും നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ വരുന്നത് കോഹിമയാണ്. ഇവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ പോകണം. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ഹാപ്പനിങ് സ്പേസ് ആയിട്ട് മാറാൻ പോവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാവരും കണ്ടോ, ഇപ്പോൾ വെനസ്ഡേ മാർക്കറ്റായത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്ന് പറയുമ്പോൾ എല്ലാ മുക്കിലും മൂലയിലും നിങ്ങൾക്ക് ഈ നാഗാലാൻഡിലെ പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ ഓരോ കാര്യങ്ങൾ സെല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പയറുകളുടെ പല തരത്തിലുള്ള വർഗ്ഗങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ധാന്യങ്ങൾ, അത് മില്ലറ്റ്സ് എന്ന് പറയണേ, ചെറുധാന്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റിക്കി റൈസ്. അവിടുത്തെ ഏറ്റവും കോമൺ ആയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് സ്റ്റിക്കി റൈസ്. ഈവൻ ചൈനയിലൊക്കെ സ്റ്റിക്കി റൈസ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മളുടെ ഈ ബ്രാനൊന്നും കളയാത്ത, തവിട് കളയാത്ത അരി, അങ്ങനെ പലതരത്തിലുള്ള സാധനമുണ്ട്. ഈ കുറേ പയറുകളോട് ഭയങ്കര ഇഷ്ടമുണ്ട്. പ്രോട്ടീൻ റിച്ച് ആണല്ലോ. അപ്പോൾ ന്യൂട്രീഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാമ്പിൾസ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ വെജിറ്റബിൾ മാർക്കറ്റാണ്. നമ്മൾ കാണാത്ത പലതരത്തിലുള്ള വെജിറ്റബിൾസ് അവിടെ കാണാം. കണ്ടിട്ടുള്ള വെജിറ്റബിൾസ് കുറേ ഉണ്ടെങ്കിലും ഇപ്പോൾ കാണുന്നത് പോർക്ക് മീറ്റ് അവർ സ്മോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ദെൻ പിന്നെ നമ്മളുടെ നാട്ടിലെ പോലെ കുറച്ച് പ്ലാസ്റ്റിക് ചെറിയ ചെറിയ സംഭവങ്ങൾ, ക്ലീനിങ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട്. ദെൻ പിന്നീട് ഇപ്പോൾ ഈ ഫെർമെൻറ്റ് ചെയ്തേക്കുന്ന ബാംബു ഷൂട്ട്സുകളാണ് ആ പാക്കറ്റുകളിലിരിക്കുന്നത്.
അതിൻ്റെ വെള്ളം ഒരു കുപ്പിയിൽ ചൊർക്ക പോലെ വെച്ചിട്ടുണ്ട്. ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ബാംബു ഷൂട്ട്സ് അവർ വളരെ ഡെലീഷ്യസ് ആണ്, അവർ പലതരത്തിലുള്ള ഭക്ഷണത്തിലും അവർ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് ഭയങ്കര വാല്യൂ അവർ പറയുന്നത്. എനിവേ ഞാനതൊരു 3 പാക്കറ്റ് മേടിച്ചു. അതെങ്ങനെയാണ് വെക്കണമെന്നൊക്കെ വീട്ടിൽ പോയിട്ട് നോക്കണം. അപ്പോൾ ബാംബു ഷൂട്ട്സ് നമുക്ക് ഇപ്പോൾ ഫ്രഷായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെയാണ് നാഗാലാൻഡിൻ്റെ ഏറ്റവും വലിയ സംഭവം ഈ പ്രാണികൾ, അതായത് ആർത്രോപോഡ്സിലെ പല സംഭവങ്ങളും അവിടെ തിന്നും. പിന്നെ നമ്മൾ പട്ടുനൂൽ പുഴുവിനൊക്കെ കാണുന്നത്, ആ വെള്ള കളറിൽ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ പുഴുവിൻ്റെ മുട്ടയാണ്. പിന്നെ ഈ നമ്മുടെ വയലിൽ നിന്നൊക്കെ പിടിച്ചെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ഞണ്ടുകൾ കണ്ടോ, ഈ പുഴുക്കളൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുളയ്ക്കുന്നുണ്ട്. അതിനെ കൊക്കൂൺ സ്റ്റേജിലും ഉണ്ടാവും, അത് ഫ്രഷ് സ്റ്റേജിലും ഉണ്ടാവും. അവർ ഫ്രഷായിട്ടൊക്കെ തിന്നാറുണ്ട് സോസിലൊക്കെ മുക്കി. ഇത് കൊക്കൂൺ സ്റ്റേജിലാണ്. പലരും വിചാരിക്കും അത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണമല്ല, കൊക്കൂൺ സ്റ്റേജിലിരിക്കുക അത്. ഇത് അത്യാവശ്യം വിലയുണ്ട്. ഒരു പ്ലേറ്റിന് 100 രൂപ, 150 രൂപ, 200 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ വിൽക്കുന്നത്. പിന്നെ നമ്മൾ കാണാത്ത കുറേ ഭക്ഷണ സാധനങ്ങൾ അവിടെയുണ്ട്. അതിൽ പലതും അറിയാത്തത് കൊണ്ട് മേടിച്ച് ട്രൈ ചെയ്യാനായിട്ട്, ബിക്കോസ് 2 ദിവസം ഞാനവിടെ സ്റ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആസാമിലേക്ക് പോകണം. അപ്പോൾ ഞാനത് കാരണം കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം മേടിക്കാൻ നോക്കി.